മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവാദം കിട്ടാതിരുന്ന ആരോപണം പത്രസമ്മേളനം നടത്തി ഉന്നയിച്ചു മാത്യു കുഴൽനാടൻ. കരിമണൽ കമ്പനിക്ക് ഖനനപ്പാട്ടം പുതുക്കി നൽകുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിക്കുകയും പ്രത്യേക യോഗം നടത്തുകയും ചെയ്തുവെന്ന് മാത്യു ആരോപിച്ചു. സർക്കാരിന്റെ വ്യവസായ നയത്തിന്റെ മലയാളം പതിപ്പിൽ കരിമണൽ കമ്പനിക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് പറയുന്നതായും പാട്ടം നൽകിയ ഭൂമി വിജ്ഞാപനമിറക്കി ഇതുവരെ തിരിച്ചു പിടിച്ചിട്ടില്ലെന്നും മാത്യു ചൂണ്ടിക്കാട്ടി. മകൾക്ക് മാസാമാസം കിട്ടിയ പണത്തിന് മുഖ്യമന്ത്രി നൽകിയ സേവനമാണിതെന്നും മകളല്ല മുഖ്യമന്ത്രിയാണ് ഇതിലെ പ്രധാന കുറ്റവാളിയെന്നും മാത്യു പറയുന്നു. ഖനനപ്പാട്ടം നൽകിയത് ആന്റണി സർക്കാരിന്റെ കാലത്താണെന്നും സുപ്രീം കോടതി വിധിക്ക് ശേഷവും ഇടത് സർക്കാർ പാട്ടം പുതുക്കി നൽകിയിട്ടില്ലെന്നും വ്യവസായ മന്ത്രി പി രാജീവ് വിശദീകരിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മുഖ്യന്റെ സേവനമോ? കരിമണൽ കമ്പനിക്കായി മുഖ്യമന്ത്രി ഇടപെട്ടോ? കേന്ദ്ര നിയമ ഭേദഗതിക്ക് ശേഷവും കമ്പനിയെ സഹായിക്കാൻ ശ്രമിച്ചോ? കൈകൾ ശുദ്ധമെന്ന് ഇനിയും പറയുമോ? ഈ ചർച്ചയിൽ ശ്രീ കെ എസ് അരുൺകുമാർ CPM, ശ്രീ എം ലിജു കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ കെ എസ് അരുൺകുമാർ, ഈ കൊച്ചിയിലെ കരിമണൽ കമ്പനി എക്സാലോജിക്കുമായി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ഇപ്പോൾ 3 പരിശോധനകൾ, ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ്, SFIO, അതിനു മുൻപ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഈ 3 സ്ഥാപനങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് യാതൊരു സേവനവും എക്സാലോജിക്ക് കൊടുക്കാതെയാണ് ഈ കമ്പനിയുടെയും വീണ വിജയന്റെയും അക്കൗണ്ടിലേക്ക് 1,72,00,000 രൂപ വന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മാത്യു കുഴൽനാടന്റെ ഈ വെളിപ്പെടുത്തലോടുകൂടി വീണ തൈക്കണ്ടിയിൽ സേവനം ഒന്നും നൽകിയില്ലെങ്കിലും മുഖ്യമന്ത്രി സേവനം നൽകിയിട്ടുണ്ട് CMRL-ന്. അതിന്റെ പ്രത്യുപകാരമായി നമ്മൾ ക്വിഡ് പ്രോ കോ എന്നൊക്കെ പറയില്ലേ ലാറ്റിനിൽ, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്ന് മലയാളത്തിലും പ്രയോഗിക്കും. അതാണ് നടന്നതെന്ന് വ്യക്തമാവുകയല്ലേ? ശ്രീ മാത്യു കുഴൽനാടൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഈ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട്, ഇപ്പൊ പൊട്ടിക്കെന്ന് പറയുമ്പോൾ ആ തട്ടിപ്പറിച്ച് മേടിച്ച് പൊട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ എന്തോ വലിയ സാധനം കൊണ്ടുവരാൻ പോകുകയാണെന്ന് തലേന്റെ തലേദിവസവും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അതിനുശേഷം പത്രക്കാരെ എല്ലാം അറിയിക്കും. പത്രക്കാർ വളരെ ഗൗരവത്തോടെ കാത്തിരിക്കും. 1-2 ദിവസം ഇങ്ങനെ ന്യൂസ് അവറുകൾ, പ്രൈം ന്യൂസ് ടൈം എല്ലാം മാറ്റിവെച്ച് ചർച്ച ചെയ്യും. അതിനുശേഷം അത് പോകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ഇവിടെ കൃത്യമായി സേവനം കൊടുത്തെങ്കിൽ അതിന് നികുതി അടയ്ക്കുമല്ലോ. IGST അടച്ചിട്ടില്ല, അതുകൊണ്ട് അത് സേവനമല്ല. അവസാനം എല്ലാവരും തിരിച്ചു ചോദിച്ചു, IGSTയുടെ വിവരം പുറത്തു വന്നാലെങ്കിലും നിങ്ങൾ ഈ ആരോപണം നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിർത്തുമെന്നാണ് അന്ന് പറഞ്ഞത്. കൃത്യമായി IGST അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഗവൺമെന്റ് സംവിധാനം തന്നെ പുറത്തുവിട്ടു. ശതമാനവും പേപ്പറും ഒക്കെ പുറത്തു വന്നപ്പോൾ പിന്നെ കുറച്ചു നാളത്തേക്ക് പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരികയും ആ ആരോപണങ്ങൾ സാധൂകരിക്കുകയും തെളിവുകൾ പുറത്തു വരികയും അത് കൃത്യമായിട്ട് പല വകുപ്പുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം പരിശോധന കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും പത്രസമ്മേളനമായിട്ട് പുറത്തു വരും. എന്തൊക്കെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി കാര്യ വകുപ്പിന്റെ 210 പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. 212 പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസുണ്ട്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ കേസുണ്ട്. വീണ വിജയൻ, എക്സാലോജിക്, അതുപോലെ തന്നെ CMRL പണമിടപാടിനെ കുറിച്ചാണല്ലോ. നടക്കട്ടെ. ഇവിടെ ഇപ്പോൾ സ്പെസിഫിക് ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? 2019 അറ്റോമിക് മിനറൽസ് കൺസഷൻ റൂൾസ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തതോടെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല എന്ന് പൂർണ്ണമായി വന്നു. ഗവൺമെന്റ് കമ്പനികൾക്ക് മാത്രമേ ഇതുപോലെയുള്ള മേജർ മിനറൽസ് ഖനനം ചെയ്യാവൂ എന്ന് സ്ഥാപിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു ഇവിടുത്തെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്? മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് ഈ CMRL-ന്റെ ഉപകമ്പനിയായ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് തീരുമാനിക്കുന്നു. ഇങ്ങനെ തീരുമാനം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എടുത്തതിന് ശേഷം മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹം ഫയലുകൾ വിളിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു യോഗം ചെയർ ചെയ്യുകയാണ്. എന്തെങ്കിലും വഴിയുണ്ടോ ഇത്തരത്തിൽ ഈ ടെർമിനേഷൻ ഒഴിവാക്കാൻ എന്ന് നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗം തീരുമാനിക്കുകയാണ്. എന്ത് കാര്യത്തിന്? ഇത് മനസ്സിലായാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അത് ശ്രീ മാത്യു കുഴൽനാടന്റെ പത്രസമ്മേളനത്തിലെ അതേ വാചകം താങ്കൾ ഇവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്വകാര്യ മേഖലയിൽ വേണോ പൊതുമേഖലയിൽ വേണമോ എന്നുള്ള വിഷയം 1995 മുതൽ ഉയർന്നു വന്നപ്പോൾ എല്ലാ തരത്തിൽ ഇത്തരത്തിലുള്ള ഖനനം പൊതുമേഖലയിൽ മാത്രം മതി, സ്വകാര്യ കമ്പനികൾക്ക് പാടില്ല എന്ന നിലപാടെടുത്തതാണ് ഇടതുപക്ഷം. ഇപ്പൊ 2001 മുതൽ 2006 വരെയുള്ള UDF-ന്റെ ഗവൺമെന്റാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, അതുപോലെ തോട്ടപ്പള്ളി പൊഴിയെല്ലാം തുറന്നു കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് മുഖ്യമന്ത്രി ശ്രീ AK ആന്റണിയാണ്. അന്ന് UDF-ന്റെ കൺവീനർ ശ്രീ ഉമ്മൻചാണ്ടിയാണ്.
UDF അത്തരത്തിലുള്ള നയം സ്വീകരിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം മനുഷ്യക്കോട്ടയടക്കം സൃഷ്ടിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകളെ അണിനിരത്തി സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത് LDF ആണ്, LDFന്റെ നേതൃത്വത്തിലാണ്. അതിന്റെ ഭാഗമായി കൊടുത്ത ലൈസൻസ്, UDFന്റെ കാലത്ത് കൊടുത്ത ലൈസൻസ് അത് പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷം 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആദ്യമായി UDF എടുത്ത തീരുമാനത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു CMRL. കേന്ദ്ര ഖനി വകുപ്പ് ആ റിവിഷൻ ഹർജി പരിഗണിച്ചുകൊണ്ട് വീണ്ടും പുനഃപരിശോധിക്കാൻ LDF ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു. LDF ഗവൺമെന്റ് അത് പുനഃപരിശോധിച്ച് ആ അപേക്ഷ തള്ളുകയാണ് ഉണ്ടായിരുന്നത്. ആദ്യം സ്റ്റോപ്പ് മെമ്മോ ആയിരുന്നു, അത് എന്നേക്കുമായി തള്ളി. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ CMRL ഹർജി പോയി, അത് CMRLന് അനുകൂലമായി. ഡിവിഷൻ ബെഞ്ചിൽ ഹർജി പോയി, അത് CMRLന് അനുകൂലമായി. സുപ്രീം കോടതിയിൽ ഹർജി പോയി, സുപ്രീം കോടതിയും അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലും സ്വകാര്യ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ഖനനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിച്ചില്ല. ഒരു അനുമതി പത്രം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അവർക്ക് അനുമതി പത്രം കൊടുത്തതെല്ലാം UDFന്റെ കാലത്താണ്. സുപ്രീം കോടതിയുടെ വിധി ശരിക്കും പറഞ്ഞാൽ 2016 അന്തിമമായിട്ടുള്ള സുപ്രീം കോടതി വന്നത് 18/4/2016 ആ വിധി വന്ന മാസങ്ങൾക്ക് ശേഷം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ആ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും നമുക്കറിയാം ഒരു തരത്തിലും ആ സുപ്രീം കോടതി വിധിക്കനുസരിച്ച് അവർക്ക് ഖനനാനുമതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് ഇവിടെ ആറ്റോമിക് മിനറൽ കൺസഷൻ ചട്ടം ഭേദഗതി ചെയ്ത് 2019 കേന്ദ്ര ഗവൺമെന്റ് ചട്ടം ഭേദഗതി ചെയ്തത്. ഈ 2016 ആ സുപ്രീം കോടതി വിധിക്കനുസരിരിച്ച് CMRLനും അവരുടെ അനുബന്ധ കമ്പനികൾക്കും അനുമതി കൊടുക്കേണ്ടതല്ലേ? അനുമതി കൊടുക്കാൻ LDF സർക്കാർ തയ്യാറായില്ലല്ലോ. 3 വർഷം കഴിഞ്ഞ് ചട്ടവും ഭേദഗതി വന്നതിന് ശേഷം നിയമോപദേശം എടുത്ത് കൃത്യമായിട്ട് നിയമോപദേശം എടുത്ത് അവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയിൽ തന്നെ താങ്കൾ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവുണ്ടായി, സിംഗിൾ ബെഞ്ചിന്റെ, ഡിവിഷൻ ബെഞ്ചിന്റെ, അതിനുശേഷം സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി. ശരി, അതേ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ 17A2 ഇൻവോക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നോട്ടിഫൈ ചെയ്ത് ഈ പറഞ്ഞ 4 ലീസ് കൊടുത്തിട്ടുള്ള പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശം സർക്കാരിന് ഏറ്റെടുക്കാനുള്ള പ്രൊവിഷൻ അവിടെ നിൽക്കുമ്പോൾ അത് സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, VS സർക്കാരിന്റെ കാലത്തെ നയം, വ്യവസായ നയം താങ്കൾ കോട്ട് ചെയ്തു, വളരെ ശരിയാണ്. VS സർക്കാരിന്റെ കാലത്ത് ഖണ്ഡിതമായ നിലപാട് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്തെ ഇതേ വ്യവസായ നയത്തിൽ അതിന്റെ മലയാളം വേർഷനിൽ പറയുന്നു, ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തും, എന്നാൽ ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കും എന്ന് പറഞ്ഞാൽ ഈ CMRLന്റെ ഉപകമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഖനനാനുമതി എന്നുള്ളത് ആത്യന്തികമായി സാധ്യമാകും എന്ന കൃത്യമായ സൂചന ഈ വ്യവസായ നയത്തിലുണ്ടായിരുന്നു. അതിന്റെ ഈ പ്രക്രിയ അന്തിമഘട്ടത്തിൽ എത്തുമ്പോഴാണല്ലോ 2019 അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നു. ഇവിടെ താങ്കൾ പറഞ്ഞു ശരിയാണ്, 2016 4 മാസത്തിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്, 2016 5 മാസത്തിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്, 2016 12 മാസത്തിലാണ് വീണ വിജയന്റെ എക്സാലോജിക്കിന് CMRLുമായിട്ട് ആദ്യത്തെ കരാർ ഉണ്ടാവുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിനുശേഷമുള്ള 3 വർഷങ്ങളിലായിട്ടാണ് ഈ 1,72,00,000 രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ കാലയളവിലാണ് വ്യവസായ നയത്തിൽ ഇങ്ങനെ ഒരു കൃത്യമായ സൂചന വരുന്നത്. ഇതേ കാലയളവിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമ ഭേദഗതി വരുന്നത്. അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നിയമോപദേശം തേടുന്നത്. ഇത്രയും കാര്യങ്ങൾ ശരിയല്ലേ? വസ്തുതാപരമല്ലേ? ഒരിക്കലുമല്ല. ഇത് ഒരു സുപ്രീം കോടതി വിധി വന്നാൽ ആ വിധി പാലിക്കണം, അല്ലെങ്കിൽ ആ വിധിക്ക് വിധേയമായിരിക്കും എന്ന് പറയുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ കടമയല്ലേ? പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധി വന്നാൽ അത് പ്രീസിഡന്റ് ആണ്. ആ പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ട് എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്. ഏത് തീരുമാനമെടുക്കുമ്പോഴും സുപ്രീം കോടതിയുടെ വിധി ഇതിൽ പാലിക്കണം, ആ വിധിക്ക് അനുസരിച്ചായിരിക്കണം എന്നൊരു വരി പറഞ്ഞാൽ മലയാളം വേർഷനും ഇംഗ്ലീഷ് വേർഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു അഭിഭാഷകനാണല്ലോ ശ്രീ കുഴൽനാടൻ. ആ അഭിഭാഷകൻ സുപ്രീം കോടതി വിധിക്ക് വിധേയമായിരിക്കും വരുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറയട്ടെ, 2016 4 മാസം വന്ന വിധി, ആ വിധി ധൃതി പിടിച്ച് നടപ്പാക്കാനോ ഏതെങ്കിലും തരത്തിൽ ആ വിധിയുടെ പ്രകാരം ആ വിധി പാലിച്ചുകൊണ്ട് അവർക്ക് ഖനനാനുമതി കൊടുക്കുന്ന തീരുമാനം ഉണ്ടായോ? ഇവിടെ 12 മാസം എക്സോളജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ടെങ്കിൽ ആ ഉപകരാർ അല്ലെങ്കിൽ ആ കരാറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഈ ഖനനാനുമതിയൊക്കെ കൊടുക്കൂലേ? കാരണം സുപ്രീം കോടതിയുടെ വിധി ഉണ്ടല്ലോ. ആരെയാണ് പേടിക്കേണ്ടത്? വിധി പാലിച്ചു, വിധി അങ്ങ് അനുസരിച്ചു, ഞങ്ങൾ അത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ? സംസ്ഥാന സർക്കാരിന് കൈ കഴുകാമല്ലോ. 2019 അമെന്റ്മെന്റ് വരുന്നതും ആ അമെന്റ്മെന്റ് വന്നിട്ടും തീരുമാനമെടുക്കാൻ നിയമോപദേശം തേടി ഏറ്റവും നിയമപരമായിട്ടുള്ള പ്രക്രിയയിലൂടെ പോകുമ്പോ LDF സർക്കാർ
നയം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ പറ്റൂ, സ്വകാര്യ മേഖലയ്ക്ക് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നയത്തെ എന്നും ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ പോലും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പേപ്പറുകളുടെ ഫോട്ടോസ്റ്റാറ്റും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്ന് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കാനും മാധ്യമങ്ങൾക്ക് 1-2 ദിവസം മാറ്റിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്യു കുഴൽനാടൻ ചെയ്യുന്ന സ്ഥിരം നമ്പർ 12ാമത് പത്രസമ്മേളനം ഒന്ന് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവും. ജനങ്ങൾക്ക് ഇത് ബോധ്യമാകും എന്നതേ സൂചിപ്പിക്കാനുള്ളൂ. ഇപ്പൊ പത്രസമ്മേളനം നടത്തി മാത്യു കുഴൽനാടൻ ഇത് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. നിയമസഭയിൽ സ്പീക്കർക്ക് ആരോപണം എഴുതി കൊടുത്തതല്ലേ, അതവിടെ അനുവദിക്കാൻ സ്പീക്കർ സന്നദ്ധനായിരുന്നല്ലോ. മാത്യു കുഴൽനാടൻ നിയമസഭയിൽ എഴുന്നേറ്റിരുന്ന് ഈ കാര്യങ്ങൾ പറയാമായിരുന്നു. അതൊക്കെ അവാസ്തവങ്ങളാണെങ്കിൽ, അതൊക്കെ പൊട്ടിപ്പോകുന്ന കാര്യങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഓരോന്നായിട്ട് മാത്യു കുഴൽനാടനെ പൊളിച്ചടുക്കിക്കൂടായിരുന്നല്ലോ. അത് ചെയ്തില്ലല്ലോ. അതെന്തേ പിന്നെ വാർത്താ സമ്മേളനം നടത്തി? നിയമസഭയ്ക്ക് ചട്ടമുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏത് ചട്ടം? നിയമസഭയ്ക്ക് ചട്ടവും റൂളുണ്ട്. അപ്പൊ ഏത് ചട്ടവും റൂളും അനുസരിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവിന് ചാവക്കാടേക്ക് കണ്ടെയ്നർ വഴി പണം കൊണ്ടുവന്നു എന്ന് PV അൻവർ ആരോപിച്ചത്? അത് ഇതേ നിയമസഭയിൽ ഇതേ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണമല്ലേ? എന്തെല്ലാം ആരോപണങ്ങൾ നിയമസഭയിൽ വരുന്നു. നിയമസഭയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അംഗങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പോലും ഉണ്ട്. ഇവിടെ ഇപ്പോ നിയമസഭയിൽ നെഞ്ചും വിരിച്ചു നിന്ന് പിണറായി വിജയൻ ഇതിൽ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ അരുണ് പറയുന്നത് പോലെ മറുപടി പറഞ്ഞുകൂടായിരുന്നോ? അതെന്തേ അനുവദിക്കാതിരുന്നത്? ഈ വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടന് പല ഘട്ടത്തിലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുത്തതാണ്. ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും അതിൽ പകുതി വായിക്കാൻ കഴിയാത്ത പേപ്പറും മേടിച്ച് സ്പീക്കറുടെ ഓഫീസ് കയറി ഇറങ്ങിയാൽ റൂള് പ്രകാരവും നിയമപ്രകാരവും അനുമതി കൊടുക്കാൻ കഴിയില്ല. ആർക്കാണ് ഈ മാത്യു കുഴൽനാടൻ ഫയൽ മോഷ്ടിച്ചുകൊണ്ട് വന്ന അല്ലെങ്കിൽ എടുത്തോണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് സ്പീക്കർക്ക് കൊടുക്കാൻ പറ്റില്ല? ഞാൻ അതിലേക്കൊക്കെ വരാം. ഇനിയിപ്പോ എന്തുകൊണ്ട് നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ശ്രീ M. ലിജു, ഇവിടെ ഇപ്പോ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ നോക്കൂ. ഈ പറഞ്ഞ CMRLന്റെ ഓഹരി പങ്കാളിത്തമുള്ള KREML എന്ന കമ്പനി, അതിന് IREയുടെയും അതുപോലെ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒക്കെ KSIDCയുടെയും ഒക്കെ ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ്. ഈ കരിമണൽ മേഖലയിൽ ഇടപെടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. അപ്പൊ ആ സ്ഥാപനം ഈ പറഞ്ഞ ഖനനപ്പാട്ടം നേടുന്നത് ആന്റണി സർക്കാരിന്റെ കാലത്താണ്. അത് പിന്നീട് തടഞ്ഞു വെക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും ഇതിൽ നയപരമായ തീരുമാനം ഉണ്ടാവുന്നതും ഈ പറഞ്ഞ 4 ലീസുകൾ വരുന്നതും UDF സർക്കാരിന്റെ കാലത്താണ്. വലിയ പ്രക്ഷോഭം അന്നുണ്ടായി. അന്ന് VM സുധീരനും MA ബേബി ഒരുമിച്ച് നിന്നാണ്, താങ്കൾക്കറിയാം, ആലപ്പുഴയിലാണ് സമരം നടന്നത്. മനുഷ്യ ചങ്ങലയൊക്കെ ഉണ്ടായി. വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു. അതിനുശേഷം നോക്കൂ ഈ നിയമ നടപടികളൊക്കെ ഉണ്ടായി. ഇവിടെ അരുൺ വിശദീകരിച്ചു. ഇപ്പോൾ 2016 അധികാരമേറ്റതിന് ശേഷം പിണറായി വിജയൻ സർക്കാർ ഈ സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഇവരുടെ ഈ പറഞ്ഞ പാട്ടം നടപ്പാക്കാൻ അല്ലെങ്കിൽ ഈ ഖനനം നടത്താൻ അനുവദിച്ചിട്ടില്ല. ഇന്ന് വരെയും ആ ഖനനം നടന്നിട്ടില്ല. ഈ പറഞ്ഞ അനുമതി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ലീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ശശിധരൻ കർത്തയ്ക്കോ CMRLനോ കിട്ടിയിട്ടുണ്ട്, അറ്റംപ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കിതാ ഇപ്പോൾ ഇന്ന് മാത്യു വിശദീകരിച്ച കാര്യത്തിലും ഇല്ല. അഭിലാഷ്, എനിക്കൊരു സമയം തരണം, കാരണം ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ. ഒന്ന്, ശ്രീ മാത്യു കുഴൽനാടൻ്റെ പത്രസമ്മേളനങ്ങളെക്കുറിച്ച് പറഞ്ഞു. മാത്യു കുഴൽനാടൻ നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം തന്നെ വീണ വിജയൻ്റെ ഫ്രോഡുലൻ്റായ ഏർപ്പാടുകളെക്കുറിച്ചായിരുന്നു, അവരുടെ കമ്പനിയെക്കുറിച്ചും എക്സാലോജിക്കയെക്കുറിച്ചും. അതൊന്നും തന്നെ തള്ളിപ്പോയിട്ടില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെയും SFIയുടെയൊക്കെ അന്വേഷണം നടക്കുന്നതിലൂടെ തന്നെ മാത്യുവിൻ്റെ ഒരു പത്രസമ്മേളനങ്ങളും കാമ്പോ കഴമ്പോ ഇല്ലാത്തതാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. വളരെ കൃത്യമായി തന്നെ തെളിവുകൾ വെച്ച് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതിപ്പോൾ എങ്ങനെയും അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീണ വിജയനും പിണറായി വിജയൻ്റെ കുടുംബം തന്നെ ഓടിക്കൊണ്ടിരിക്കുക. വിവിധ ഹൈക്കോടതികൾ പരാതി തന്നെ കൊടുക്കുകയാണ്, അന്വേഷിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ ആരോപണം അവിടെ കഴിഞ്ഞു. മാത്യുവിൻ്റെ പത്രസമ്മേളനങ്ങൾക്ക് കാമ്പില്ല എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. അത് എഴുതി തള്ളപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മാത്യു നടത്തിയ പത്രസമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ് വീണ വിജയൻ്റെ കമ്പനിക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി നടത്തിയ ഇടപെടൽ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ കാര്യം, അതിൻ്റെ ക്രക്സ് ഇതാണ്. ഞാൻ ഒരു ചരിത്രം പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഈ കരിമണൽ കർത്തായിക്ക് ഒരു കാര്യം കൂടെ അഭിലാഷ് ഓർത്തോണം. ഈ കർത്തായിക്ക് നിരവധി പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ തോട്ടപ്പള്ളി മേഖലയിൽ, ആറാട്ടുപുഴ മേഖലയിൽ വലിയ തോതിൽ ഖനനത്തിനായി ഭൂമി പാട്ടത്തിൽ, അതായത് ലീസിൽ കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യം. ഭാവിയിൽ അത് ഖനനം ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കോടാനുകോടി രൂപയുടെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഖനനം ചെയ്യാനുള്ള ഒരു ഭൂമിയാണ് കയ്യിൽ കിട്ടുന്നത്. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് ഇന്നത്തെ ചർച്ച വരുന്നത്. അതിന് അടുത്ത ഘട്ടത്തിൽ നമുക്ക് പറയാൻ, എനിക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
ഈ പ്രളയത്തിൻ്റെ പേരിലെന്ന രീതിയിൽ അവിടുന്ന് ഖനനം ചെയ്ത് കൊണ്ടുപോകുന്ന മണൽ, അവിടെ നിന്നും മണലിൽ നിന്ന് വേർതിരിക്കുന്ന കരിമണൽ KMML നിന്നും KMML IRക്ക് കൊടുത്തിട്ട്, KMML എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള റോ മെറ്റീരിയൽ പോലും തികയുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്തു, IRയായിട്ടൊരു കരാറുണ്ടാക്കി IRക്ക് കൊടുത്ത് IR മുഖാന്തരവും ആർക്ക് കിട്ടുന്നുണ്ട്, CMRL എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കുണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ 2018 മുതൽ അതിനു മുമ്പ് ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന അസംസ്കൃത വസ്തുക്കൾ പിന്നെ അവർക്ക് ഇറക്കുമതി വേണ്ടി വന്നിട്ടില്ല. ഈ തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് അതിനുള്ള സാധനം അവർക്ക് കിട്ടിയത് പറഞ്ഞാൽ കോടാനുകോടി രൂപയുടെ വൻ പ്രയോജനമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ പോർഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖല, ഞാൻ ആ നിയോജകമണ്ഡലം കാണുന്നത് ഹരിപ്പാടുകാരനാണ്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ മേഖല പതിച്ചു കൊടുക്കപ്പെട്ടത് ശരിയാണ്. 2004 AK ആന്റണി മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് ഈ ഏരിയ പതിച്ചു കൊടുക്കുന്നത്. പതിച്ചു കൊടുത്തപ്പോൾ തന്നെ അതിഭയങ്കരമായ പ്രതിഷേധം ഉണ്ടായെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അന്ന് അവിടെ CPMൻ്റെ പ്രാദേശിക ഘടകങ്ങൾ മുഴുവൻ അതിനനുകൂലമായിരുന്നു. പക്ഷേ VM സുധീരൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് MA ബേബിക്ക് ഉൾപ്പെടെ വിട്ടു നിൽക്കാൻ സാധിച്ചില്ല. MA ബേബി കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന് അദ്ദേഹം ഉൾപ്പെടെ ആ ചങ്ങലയെ പങ്കുചേർന്നു. എന്ന് പറഞ്ഞാൽ ജനകീയ ചങ്ങല, അതായത് CPMൻ്റെ ഏരിയ ആയിരുന്നില്ലേ, VM സുധീരൻ നേതൃത്വം കൊടുത്ത മനുഷ്യ ചങ്ങലയാണ്. എല്ലാ പാർട്ടിക്കാരും അതിനകത്ത് അണിചേർന്നു. ഇന്നും കരിമണൽ സമരം അറിയപ്പെടുന്ന VM സുധീരൻ്റെ പേരിലാണ്. ആലപ്പുഴയും ആഞ്ചലോസും അതിനകത്ത് പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലീസിൻ്റെ പ്രോസസ്സിങ് നിർത്തിവെച്ചു, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് വിവിധ ഗവൺമെൻറ്റുകളുടെ കാലത്തിൽ നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. അപ്പോൾ AK ആന്റണി മന്ത്രിസഭ നിർത്തിവെച്ചു. അടുത്ത അധികാരത്തിൽ വന്ന CPM ഗവൺമെൻറ്, എനിക്കൊന്നു പിന്നെ നയനാർ VS ഗവൺമെൻറ് അത് VS ആ കാര്യത്തിൽ നിലപാടുള്ള ആളായിരുന്നു. അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. അതിനുശേഷം വന്ന് ഉമ്മൻചാണ്ടി സർക്കാർ, അവരും എന്ത് ചെയ്തു, ഇതിനനുകൂലമായ തീരുമാനമെടുത്തില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കർത്ത കമ്പനി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അവർക്കെതിരായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ എന്ത് ചെയ്തു, ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ ഞാൻ പറയട്ടെ, ഏത് സർക്കാരിന്റെ കാലത്തും താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന് മുഴുവൻ കേൾക്കൂ അഭിലാഷ്. ഈ വിഷയത്തിൽ തന്നെ TN പ്രതാപൻ വിമർശിച്ചിട്ടുണ്ട് അന്ന് അപ്പീൽ കൊടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കാലതാമസം. ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ കോടതികളിൽ കർത്തായ്ക്ക് അനുകൂലമായ വിധി ഉണ്ടായപ്പോഴും അതിനെ എതിർക്കുന്നു. അതിനിടയ്ക്ക് ലാഗിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം, അതൊക്കെ മറ്റു വിഷയങ്ങൾ. പക്ഷേ ഒരു സർക്കാരിന് പോലും ഈ കർത്തയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് പുറമേ പോലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ചോദിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി സുപ്രീം കോടതി വന്നു. സുപ്രീം കോടതി അന്തിമ വിധി വന്നു. അവിടെയാണ് ഇവർ അരുൺകുമാറിന് അഭിഭാഷകനല്ലേ അരുൺകുമാർ ജഡ്ജ്മെൻ്റ് ഒന്നും വായിച്ചില്ലേ? അതിനകത്ത് 3 ജഡ്ജിമാരുടെ പാനലിൽ ജസ്റ്റിസ് ഭാനുമതി പൂർണ്ണമായി തന്നെ പിന്നെ കർത്തായ്ക്കെതിരായിട്ട് വിധി പുറപ്പെടുവിച്ചപ്പോൾ ആ ജഡ്ജ്മെൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ്. ഗവൺമെൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഏരിയ ഗവൺമെൻറ്റിന് വേണ്ടി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് കൊടുക്കണ്ട. ഇത് സർക്കാരായ ഏരിയ ഖനനത്തിന് വേണ്ടി നോട്ടിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് കർത്തായ്ക്ക് അതിനുള്ള അവകാശം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ആ വിധി സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നത്. നിങ്ങളത് നോട്ടിഫൈ ചെയ്ത് എടുത്തുകൊള്ളുക, അപ്പോൾ പിന്നെ കർത്തായ്ക്ക് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അന്തിമ വിധി ആർക്കെതിരാണ്? കർത്തായ്ക്കെതിരായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നത്. എന്ന് പറഞ്ഞാൽ അന്തിമമായ അതിനകത്തൊരു വിധി പുറപ്പെടുവിക്കുകയാണ്. സർക്കാർ ആക്ട് ചെയ്താൽ കർത്തായ്ക്ക് അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല, അയാളുടെ കയ്യിൽ നിന്ന് ഈ ലീസ് പോകും. അവിടെയാണ് പിണറായി വിജയൻ്റെ കളി തുടങ്ങിയത്. ആ 1 മാസം കഴിഞ്ഞപ്പോൾ, ആ വിധി വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ജഡ്ജ്മെൻ്റ് പകർപ്പ് ഉൾപ്പെടെ പുറത്തു വന്ന കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി. അന്ന് മുതൽ കാശ് മേടിക്കുകയാണ്. കാരണം സർക്കാരിൻ്റെ ഒരു കളിയിരിക്കുക. ആയിരക്കണക്കിന് കോടി രൂപയുടെ ഖനനത്തിനുള്ള ഓപ്ഷൻ കർത്തായ്ക്ക് കിട്ടുന്ന ആ ഭൂമിയുടെ ലീസ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം പിണറായി വിജയൻ്റെ കൈ വന്നപ്പോൾ തുടങ്ങി കുറച്ച് നാളുകൾക്കകം തന്നെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, PVക്ക് കാശ് കിട്ടി തുടങ്ങി, എക്സാലോജിക്കയുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നു. ഇതിങ്ങനെ അനുസ്യൂതം കാശ് മേടിച്ച് കിട്ടാവുന്നത്രയും, കാരണം വാങ്ങിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൈനിങ് സെക്രട്ടറി, ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ ഉൾപ്പെടെ റിപ്പോർട്ട് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ജലസേന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കൃഷ്ണൻകുട്ടിയുടെ മകൻ ബിജു ആണ് അന്നത്തെ ഇൻഡസ്ട്രിയൽ സെക്രട്ടറി. അദ്ദേഹം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഇത് പറ്റില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതിയപ്പോഴാണ്, അപ്പോൾ ആ സമയത്ത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടും വരുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടും വന്നു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, സുപ്രീം കോടതിയുടെ വിധി, അത് 16 തന്നെ നടപ്പിലാക്കാൻ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല, ലീസൊന്നും റദ്ദാക്കിയില്ല, നോട്ടിഫിക്കേഷൻ ഉണ്ടായില്ല. ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡറും വന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രം കൊടുത്താൽ മതി. ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും സ്വീകരിച്ച പൊസിഷൻ അനുകൂലമായി
റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് പിണറായി വിജയൻ, കാരണം കാശ് മേടിച്ചതല്ലേ, പിണറായി വിജയൻ അടുത്ത ഇടപെടലാണ്. അതാണ് ഞാൻ മാത്യു ഇന്ന് കാണിച്ചൊരു പത്രസമ്മേളനത്തിൽ ഫ്രം ഡയറക്ടർ ആൻഡ് മൈനിങ് ആൻഡ് ജിയോളജി ടു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയൽ ഡോക്യുമെൻ്റ്. ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് ഫോട്ടോസ്റ്റേറ്റ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മാത്യു കുഴൽനാടനെ മുഴുവൻ പത്രക്കാരെയും വിളിച്ചു. ഇതിൻ്റെ കോപ്പി വായിക്കുന്ന ഒരാൾക്കും വായിക്കാതിരിക്കാൻ പറ്റില്ല. ശംസീറിന് വല്ല തിമിരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി അവിടെ നിന്ന് മുഴുവൻ ആളുകൾക്കും വായിക്കാം. അഭിലാഷിൻ്റെ കയ്യിലുണ്ടല്ലോ അതിൻ്റെ ഫോട്ടോ. ആർക്കെങ്കിലും വായനയ്ക്ക് കുഴപ്പമുണ്ടോ? ഫോട്ടോസ്റ്റാറ്റ് ഫയലിൽ നിന്ന് എടുക്കുമ്പോൾ കാണാവുന്നതിനേക്കാൾ ഏറ്റവും നല്ല ക്ലാരിറ്റി, ഒരു രേഖയ്ക്കും ഒരു വായനയ്ക്കും ഒരു പ്രശ്നവും ഇല്ല അരുൺകുമാറേ. വല്ല തിമിരമുള്ള ആളുകൾക്കല്ലാതെ അത് വായിക്കുന്നതിന് ആർക്കും പ്രശ്നമില്ല. ഷംസീറിൻ്റെ അങ്ങ് പിന്നെ മറ്റേ മീൻ വണ്ടിയുടെ ലൈസൻസും 150 കോടി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് ചാവക്കാട് നിന്ന് അതേ വേറൊരു മീൻ വണ്ടി കയറി ബാംഗ്ലൂരിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുത്തൻ PV അൻവർ എന്ന് പറഞ്ഞ ഒരുത്തൻ നിയമസഭ ഉന്നയിച്ച ആരോപണമാണ്. അതിന് മീൻ വണ്ടിയുടെ ലൈസൻസ്, RC ബുക്ക്, 150 കോടി തൂക്കി നോക്കിയ ത്രാസിൻ്റെ പിന്നെ ISI മാർക്ക്, ഇതെല്ലാം രേഖകൾ ഷംസീർ കണ്ടിട്ടല്ലേ അൻവറിനെ പോലെ ഒരുത്തനെ കൊണ്ട് ആരോപണം ഉന്നയിച്ചത്. ഇവിടെ കൃത്യമായി നിങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ച, നിങ്ങൾ രാവണൻ കോട്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഫയൽ, ആ ഫയലിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൃത്യമല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന അഭിലാഷ് വായിച്ചല്ലേ, മുഖ്യമന്ത്രി പ്രത്യേകമായി 4/9/2019 ഇത് വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടണം. അതിനുശേഷം മന്ത്രിസഭയ്ക്കിടയിൽ സർക്കുലേറ്റ് ചെയ്ത നോട്ട്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? അതിനകത്ത് ലോ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നു നടക്കില്ല. അപ്പോൾ നോക്കണം, സുപ്രീം കോടതി പറയുന്നു, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, ലോ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. മുഖ്യമന്ത്രി അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? നമുക്ക് AGക്ക് കൊടുക്കാം. അഡ്വക്കേറ്റ് ജനറൽ പറയട്ടെ. അഡ്വക്കേറ്റ് ജനറലിനോട് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും? സുപ്രീം കോടതിയുടെ ആ രണ്ടാമത്തെ ഓപ്ഷൻ, വേണമെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് വേണമെങ്കിൽ നോട്ടിഫൈ ചെയ്ത് സർക്കാരിന് എടുക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതുപോലെ കർത്തായ്ക്ക് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടിഫിക്കേഷനെ മറികടന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇൻഡസ്ട്രി സെക്രട്ടറി ഓപ്ഷൻ ചോദിച്ചിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, പൊതുമേഖലാ സ്ഥാപനത്തിനല്ലേ ഖനനം ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കാം. കർത്തായുടെ കമ്പനിയായ KMERലും KMMMലും IREയും ചേർന്നൊരു കൺസോർഷ്യം. എന്നിട്ട് കർത്തായുടെ കമ്പനിക്ക് 25% ഷെയറിൽ ഒതുക്കി നിർത്തിയാൽ 75% ഷെയർ KMML ഉൾപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാക്കിയാൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനെ മറികടക്കാൻ പറ്റുമോ? ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിസി അത് ചോദിച്ചിരിക്കുകയാണ്. ഇവരുടെ മന്ത്രിസഭയ്ക്കുള്ള സർക്കുലേറ്റ് ചെയ്ത് ഇതൊക്കെ ആരുടെ താല്പര്യമാണ്? നിങ്ങളുടെ സുപ്രീം കോടതി വിധി കർത്തായ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നു. രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും കർത്തായ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നു. മാറി മാറി ഭരിച്ച മുഴുവൻ ഗവൺമെന്റുകളുടെ താല്പര്യം ആ ലീസ് കർത്തായ്ക്ക് കൊടുക്കരുതെന്നാണ്. പിന്നെ മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് സ്വന്തം മകൾക്ക് 3 കൊല്ലക്കാലമായി അക്കൗണ്ടിൽ കാശ് കൊടുത്തോണ്ടിരിക്കുന്ന താങ്കൾ സംസാരിക്കാതിരിക്കും. ഞാൻ പറയട്ടെ, അക്ഷമ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. താങ്കൾക്കാരെങ്കിലും ഇത് താങ്കളുടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന് കൃത്യം ഞാൻ പറഞ്ഞ ഒരു ഡോക്യുമെന്റുകൾക്കും വ്യത്യാസമില്ലാതെയാണ് പറഞ്ഞ വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തിനെ പ്രത്യേക താല്പര്യപ്പെടുത്തി യോഗം വിളിച്ചു? എന്തുകൊണ്ട് ലോ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് അതിന് ഈ അക്കൗണ്ട്സ് ജനറലിന് പിന്നെ അഡ്വക്കേറ്റ് ജനറലിന് പ്രത്യേക പരാമർശം കൊടുത്തു? എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഇത്തരം ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തുകൂടെ എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അത്ര ഒരു നോട്ട് തയ്യാറാക്കിയത്? ഇതൊക്കെ കാണുമ്പോൾ കാശ് മേടിച്ചുള്ള പ്രതിഫലം എന്നല്ല പറയേണ്ടത്. മാത്യു കുഴൽനാടൻ ഇത് പരസ്യമായി പത്രസമ്മേളനം നടത്തിയാണ് പറഞ്ഞത്, രേഖ വെച്ചാണ് പറഞ്ഞത്, നിയമസഭയുടെ സംരക്ഷണമില്ലാതെ പുറത്താണ് പറഞ്ഞത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, അല്ലെ നിങ്ങൾ പറ മാത്യു കാണിച്ച രേഖകൾ വ്യാജരേഖയാണ്, നിങ്ങൾ പറ വ്യാജരേഖയാണെന്ന് പറ. ഇതൊന്നുമില്ലല്ലോ. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയി. ഞാൻ അരുൺകുമാറിലേക്ക് വരുന്നത്. പക്ഷേ ശങ്കുട്ടി ദാസ്, നമ്മൾ ക്വിഡ് പ്രോ കോ എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു, തിരിച്ച് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരുന്നു എന്ന ഏർപ്പാടാണ് ഈ എക്സാലോജിക് CMRL പണമിടപാടിൽ നടന്നത് എന്ന് സംശയമുയർത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ അറ്റോമിക് മിനറൽസ് കൺസെഷൻ റൂൾസിനും ശേഷം സ്റ്റിൽ ഈ പറഞ്ഞ CMRLന്റെ പങ്കാളിത്തമുള്ള കമ്പനിക്ക്, CMRLന്റെ ഉപ കമ്പനിക്ക് ഖനനം കൊടുക്കാൻ കഴിയുമോ എന്ന ഓപ്ഷൻ സർക്കാർ നോക്കി അത് മുഖ്യമന്ത്രി മുൻകൈയെടുത്തു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഗൗരവമുള്ള ആരോപണമായി തന്നെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ വിധി, ഇവിടെ രണ്ടുപേരും മുന്നേ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി ഒരു ക്ലോസ് വെച്ചിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇങ്ങനെയാണെങ്കിൽ പോലും ഈ സെക്ഷൻ 17(2) ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ
പൊതുമേഖലയ്ക്ക് മാത്രമേ ഖനനം നടത്താൻ അധികാരമുള്ളൂ എന്നൊരു നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ഈ പറയുന്ന സെക്ഷന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. തുടർച്ചയായി 3 കൊല്ലക്കാലം അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരുടെ അപേക്ഷ 4 ലീസുകൾ റദ്ദാക്കിയിട്ടുള്ള നടപടി പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ലീസുകൾ മടക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വളരെ പോസിറ്റീവായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇന്നത്തെ രേഖകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വകുപ്പ് അല്ലാതിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തുന്നുണ്ട്. മാത്രമല്ല, അതിൽ ഉദ്യോഗസ്ഥന്മാർ എഴുതിയിട്ടുള്ള ചില നോട്ടുകളിൽ പറയുന്നത് CM അടുത്ത മാസം 15-ാം തീയതി റിവ്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ PPD ഒക്കെ തയ്യാറാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി വളരെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം എടുത്തിരുന്നു. എന്തായിരുന്നു ആ താല്പര്യം? ഇതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു സേവനവും കൊടുക്കാതെ CMRൽ നിന്ന് എല്ലാ മാസവും 8 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ വ്യക്തിപരമായിട്ട് 3 ലക്ഷം രൂപ കമ്പനിയുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധികൾക്ക് ഇത് ക്വിഡ് പ്രോക്കോ അല്ലെന്ന് പറയുന്നവർക്ക് പോലും വിശദീകരിക്കാൻ കഴിയാത്തൊരു കാര്യം, പിന്നെ എന്തിനായിരുന്നു ഈ വീണ വിജയന്റെ കമ്പനിക്ക് വീണ വിജയന് പണം കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായിരുന്നു? ഒരു സേവനവും ഇല്ലെന്ന് തുടർച്ചയായിട്ട് 3 ഏജൻസികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ഈ ചർച്ചയിൽ കാണുമ്പോൾ ഇവിടെ ഈ പറയുന്ന എല്ലാ വെളിപ്പെടുത്തലും വരുന്നത് എവിടെ നിന്നാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം തുടർച്ചയായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു അറേഞ്ച്മെന്റിൽ പോകുന്ന 2 മുന്നണികൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ വരുമ്പോൾ മാത്രം പുറത്തു വരുന്ന വാർത്തകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പോ 2016 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്തില്ല എന്ന് ചോദിക്കുന്ന കോൺഗ്രസ് 2019 വരെ അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നില്ല. എപ്പോഴാണ് ഈ പറയുന്ന നടപടി സ്റ്റേ ചെയ്യപ്പെട്ടത്? പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല. കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ നിയമനിർമ്മാണം നടപ്പാക്കിയപ്പോ അവിടെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവിടെ ഈ പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്ര സർക്കാർ എൻഷുർ ചെയ്തപ്പോഴാണ് ഈ CMRന്റെ സർക്കാരുമായിട്ടുള്ള ഈ പറയുന്ന അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്ക് കൂട്ടുവീഴുന്നത്. CMRൽ ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. മന്ത്രിമാരെ മുഴുവൻ വിലക്കെടുക്കുന്നുണ്ട്. അവര് പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ CMRനെതിരെ ഒരു അന്വേഷണം വരുന്നത് 2019 IT ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ റെയ്ഡ് നടക്കുന്നത്. അവരുടെ അനധികൃതമായിട്ടുള്ള ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കണ്ടെടുക്കപ്പെടുന്നത്, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന വീണ വിജയന്റെ കമ്പനിക്ക് ഈ തെറ്റായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പക്ഷേ അവിടെ തന്നെയുള്ള ഒരു പ്രശ്നം ശ്രീ ശംഖു ഇപ്പൊ പറഞ്ഞു 2019 ഇൻകം ടാക്സിന്റെ റെയ്ഡിൽ വെളിവായ കാര്യങ്ങളാണെന്ന്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഉത്തരവ് ഈ കഴിഞ്ഞ വർഷം വരുമ്പോൾ മാത്രമാണ് ഈ ആംഗിളുമായി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനു മുൻപ് തന്നെ IT വകുപ്പിന് CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ഇടപാടുകൾ ദുരൂഹമാണ് എന്ന അഭിപ്രായമുണ്ട്. 135 കോടി രൂപ അവർ വിവിധ ആളുകൾക്ക്, ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, പബ്ലിക് ഫംഗ്ഷണറീസിനൊക്കെ കൊടുത്തതിനെ പറ്റി ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന നിലപാട് IT വകുപ്പിന് ഉള്ളപ്പോഴും നമ്മളിപ്പോ SFI അന്വേഷണം 2024 നടപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഇത്രയും കാലം അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് CMRL നടത്തിയിട്ടുള്ള ദുരൂഹമായ പണമിടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് തടസ്സം എന്തായിരുന്നു? അങ്ങയുടെ വിവരം തെറ്റാണ്. അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് പുനഃപരിശോധിക്കേണ്ടതാണ്. ശ്രീമതി വീണ വിജയൻ എക്സാലോജി കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ അന്വേഷണം ആരംഭിക്കുന്നത് 2024 വീണ വിജയന്റെ അഫിഡവിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നു 2021 ജനുവരി മാസത്തിൽ എനിക്ക് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ സെക്ഷൻ 206 പ്രകാരമുള്ള നോട്ടീസ് കിട്ടി. എന്താണ്? എന്റെ കമ്പനിയുടെ നടത്തിപ്പ് കാര്യത്തിൽ കമ്പനി നിയമങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് പാലിക്കുന്നില്ല. ഈ ഡോർമൻസി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോ അത് ശരിയായ നിലയ്ക്കുള്ള കാര്യങ്ങളായിരുന്നോ? അവിടെ തെറ്റിദ്ധാരണ വരുത്തി? ഇതൊക്കെ കമ്പനി നിയമത്തിലെ വളരെ കമ്പനിയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ കാര്യങ്ങളിലല്ലേ ആ പറഞ്ഞ പരിശോധന? ഞാനത് മുഴുവൻ പറയട്ടെ. ഞാനതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവും അത് വളരെ സാങ്കേതികമാണോ അല്ലയെന്ന്. 2021 ജനുവരി മാസത്തിൽ 206 നോട്ടീസ് കിട്ടി. ആ നോട്ടീസ് പ്രകാരം ഇവർ മറുപടി കൊടുത്തു. ആ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞിട്ട് 2021 നവംബറിൽ സപ്ലിമെന്ററി നോട്ടീസ് കിട്ടി. സപ്ലിമെന്ററി നോട്ടീസിന് ആദ്യം വീണ വിജയന്റെ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ നേരിട്ടിട്ടും പിന്നീട് 2022 ജൂൺ ജൂലൈ മാസങ്ങളിൽ വീണ വിജയൻ നേരിട്ടിട്ടും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുന്നിൽ ഹാജരായി. ഇവർ നേരിട്ട് കൊടുത്തിട്ടുള്ള വിശദീകരണവും തൃപ്തികരമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2022 അവസാനത്തോടു കൂടി ഇവരുടെ കമ്പനിക്കെതിരെ 210 പ്രകാരം
കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളാണ്, കമ്പനി നിയമപ്രകാരം ഒരിക്കലും നടത്താൻ പാടാത്ത ട്രാൻസാക്ഷൻസ് ആണ് ഇവരുടെ കമ്പനി നടത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പണം ലോണ്ടറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷാം കമ്പനിയാണോ, ഒരു ഷെൽ കമ്പനിയാണോ എന്ന അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സെക്ഷൻ 212 പ്രകാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഉത്തരവിട്ടു. ഇന്നിപ്പോ വീണ വിജയന്റെ വക്കീല് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ വാദിച്ച എന്താണെന്ന് അറിയോ? 212 എന്ന് പറയുന്നത് സഹാറ കേസ് പോലെ അല്ലെങ്കിൽ വ്യാപം കേസ് പോലെയൊക്കെയുള്ള ശാരദാ സ്കാം പോലെയുള്ള വലിയ 100 കോടി സ്കാമുകളുടെ കാര്യത്തിൽ എടുക്കേണ്ട അത്രയും ഗൗരവമുള്ള വകുപ്പാണ്. കാരണം അങ്ങനത്തെ 212 പ്രകാരം ഒരു അന്വേഷണം ഉത്തരവിട്ട് കഴിഞ്ഞാൽ ബെയിൽ ഇസ് വെർച്വലി ഇമ്പോസിബിൾ. UAPA പോലെ ഒരാളെ സമ്പൂർണ്ണമായിട്ട് സംഹരിക്കാൻ ശേഷിയുള്ള ഒരു വകുപ്പാണ് 212. അത്രയും ഗൗരവമുള്ള ഒരു അന്വേഷണം എന്റെ കമ്പനിക്കെതിരെ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഇവർ പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം 210 പ്രകാരം ഞങ്ങൾക്കെതിരെ നടന്നു വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നിലനിൽക്കുമ്പോൾ ഇതിനപ്പുറത്ത് 212 പോലെ ഗൗരവമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതല്ല. കാരണം സെക്ഷൻ 212 എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിനുള്ളിലെ മിനി ആക്ട് എന്ന് വിളിക്കുന്ന ആക്ടാണ്. കാരണം അതൊരു പ്രത്യേക നിയമം തന്നെയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏജൻസിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവരുടെ അധികാരങ്ങൾ എന്താണെന്ന് നിജപ്പെടുത്തുക, അറസ്റ്റിന്റെ അധികാരം, സെർച്ച് ആൻഡ് സീഷറിന്റെ അധികാരം, ബെയിലിന്റെ അധികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് മൾട്ടി ഏജൻസിനെ രൂപീകരിക്കുന്ന ഒരു സംഭവമാണ്. അത്രയും ഗൗരവമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എപ്പോ തുടങ്ങിയിട്ടുണ്ട്? 2021 മുതൽ. നമുക്ക് ആ 2021 മുതൽ തുടങ്ങിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ശ്രീ അരുൺകുമാർ, 1/3/2019 കേന്ദ്ര സർക്കാർ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്യുകയും സ്വകാര്യ മേഖലയിൽ ഈ മേജർ മിനറൽസിന്റെ മൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പ്രിമച്വർ ക്യാൻസലേഷന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി തന്നെ ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ സർക്കാരിന്റെ നയപരമായ തീരുമാനം ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നതിനാൽ ഇവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ള പിന്നീട് സുപ്രീം കോടതി ഉത്തരവിട്ട് 2016 ഉത്തരവിട്ടിട്ടുള്ള ഈ ലീസ് സ്വാഭാവികമായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ആ ടെർമിനേഷന് വേണ്ടി തീരുമാനിക്കുന്നു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. അത് സ്വാഭാവിക നടപടിക്രമമാണ്. കാരണം ഈ പ്രിമച്വർ ക്യാൻസലേഷന് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എല്ലാ ലീസ് എഗ്രിമെന്റുകളും ടെർമിനേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്കറിയാം. അങ്ങനെ അത് ടെർമിനേറ്റ് ചെയ്യപ്പെടാനുള്ള പ്രോസസ്സ് അതിന്റെ ഏറ്റവും അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ CM അത് റിവ്യൂ ചെയ്യുന്നു. ആ ഫയൽ എനിക്ക് കാണണമെന്ന് CM പറയുന്നു. അദ്ദേഹത്തിന്റെ ടേബിളിലേക്ക് ആ ഫയൽ എത്തുന്നു. തുടർന്നൊരു റിവ്യൂ മീറ്റിംഗ് നടക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു നിയമോപദേശത്തിന് AGയുടെ കൂടി നിയമോപദേശം, ലോ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമോപദേശം ഉണ്ട് കേട്ടോ. എന്താണ് ഇത് ടെർമിനേറ്റ് ചെയ്യാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് ലോ ഡിപ്പാർട്ട്മെന്റിന്റെ അക്കാര്യത്തിലെ ഖണ്ഡിതമായ നിലപാട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്നാലും AGയോടൊന്ന് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞാൽ അവസാനത്തെ സാധ്യതയും ഈ കമ്പനിക്ക് വേണ്ടി ആരായാം എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ അല്ലാതെ നേരിട്ട് എന്തിന് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ചോദ്യം. ഓപ്ഷനുണ്ട്. മിസ്റ്റർ അഭിലാഷ്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറച്ച് കണക്ക് വെച്ച് കാലഘട്ടം പറഞ്ഞു. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. CMRL കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ഫേവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? അത് 2001 മുതൽ 2006 വരെയുള്ള UDF ഗവൺമെന്റ് ആണ്. ഉമ്മൻചാണ്ടി ആയിരുന്നത് ശ്രീ AK ആന്റണിയാണ്. അത് പ്രതിപക്ഷ അവിടെ UDF കൺവീനർ പ്രവർത്തിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ കാലത്താണല്ലോ CMRL കമ്പനിക്ക് ലീസ് അഗ്രിമെന്റ് കൊടുത്തതും ഖനനാനുമതി കൊടുത്തതും. രണ്ടാണ്. ഭൂമി ലീസ് കൊടുക്കുന്നതും ഖനനാനുമതിയും രണ്ടും കൊടുത്തത് ആ കാലഘട്ടത്തിലാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം ഉയർന്നു വന്നതും ആ സമരമുഖത്ത് LDF അണിനിരന്നതും അത് അവസാനം പിൻവലിക്കേണ്ടി വന്നതും യാഥാർത്ഥ്യം. 2006 മുതൽ 2011 വരെ സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്ത് എന്തെങ്കിലും CMRLന് അനുകൂലമായി ചെയ്തു കൊടുത്തതായി ഇവിടെ കോൺഗ്രസ് പ്രതിനിധിക്കോ BJP പ്രതിനിധിക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിശക്തമായിട്ടുള്ള നിലപാട് സ്വകാര്യ മേഖലയിലെ ഖനനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതുപോലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം കേസും മുന്നോട്ട് പോയത് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ എക്സലോജിക് കമ്പനിക്കുമായി ഒരു കരാർ CMRL ഒപ്പിട്ട് അവർക്ക് ഫേവർ കൊടുത്തതെങ്കിൽ താങ്കൾ വലിയ ഒരു വാചകമെല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. സുപ്രീം കോടതിയുടെ വിധി ശരിക്കും CMRLന് എതിരായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇതിന്റെ ഇടയിൽ ഒന്ന് തിരികിയത്. എന്നാൽ 2016 ഏപ്രിൽ മാസത്തിൽ വന്ന വിധി പൂർണ്ണമായും CMRLന് അനുകൂലമായിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചുമായി അനുകൂലമായി, സുപ്രീം കോടതി അനുകൂലമായി. വഴങ്ങുന്നുണ്ടോ? ഞാൻ പറയട്ടെ. ഒരു ചോദ്യം. 2016 ഏപ്രിൽ മാസത്തിലെ വിധി
ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ്. അതായത് ഒരു കാരണവശാലും ഗവൺമെന്റിന് അധികാരമില്ലാത്ത തരത്തിൽ തന്നെയാണ്. അതിലൊരു ക്ലോസ് ഉണ്ട്, പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ വന്ന് ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്യാം. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പാക്കാൻ 2016 LDF സർക്കാർ തയ്യാറായോ? പിണറായി വിജയന്റെ സർക്കാർ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി CMRL അനുകൂലമായി വന്നിട്ട് അത് നടപ്പാക്കാൻ തയ്യാറായോ എന്ന ചോദ്യമാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. ആ വിധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കണ്ടംപ്റ്റ് ഭീഷണി വന്നാൽ, ഒരു നോട്ടീസ് വന്നാൽ ആ വിധി നടപ്പാക്കണം. ആ നടപ്പാക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. നിങ്ങൾ പറയുന്നത് പോലെ ടെക്നോളജിക്കുമായി ബന്ധപ്പെട്ട CMRLന്റെ കരാറുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ആ കരാറിന്റെ ഭാഗമായി എന്തെങ്കിലും തിരിച്ചു ചെയ്യാനാണെങ്കിൽ ആ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഖനനാനുമതി കൊടുത്താൽ പോരെ? അതിന്റെ സാങ്കേതികത്വം കഴിയുന്ന കാര്യമാണോ? ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ. താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ. താങ്കളുടെ കയ്യിൽ ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഞാനത് വായിച്ചതാണ്. ഇപ്പൊ താങ്കളുടെ കയ്യിലുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ ചോദ്യം. ഇവിടെ ആ വിധി അല്ല, സുപ്രീം കോടതി പോയത് ആരാണ്? ഞാൻ അതൊക്കെ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ ചർച്ച. ഒരു നിമിഷം, ഞാൻ ഒരു ബഹളം വെക്കാതെ, എനിക്ക് കിട്ടിയ സമയമല്ലേ എനിക്ക് താങ്കളോട് ചോദ്യം ചോദിക്കാൻ, അവതാരകൻ തന്ന സമയം. വിഷയങ്ങളിലേക്ക് തന്നെ പോവാൻ ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കില്ല. ഞാൻ താങ്കൾ ചോദിച്ചോ? താങ്കൾ ചോദിക്കുമ്പോ ഞാൻ പറയും. ഞാൻ ചോദിക്കുന്നതിലൂടെ മറുപടി പറഞ്ഞു നിങ്ങള്. ശരി, ഓക്കെ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഞാൻ ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. താങ്കൾ അസന്നിഗ്ധമായി പറഞ്ഞു സുപ്രീം കോടതി വിധി പരിപൂർണമായും CMRLന് അല്ലെങ്കിൽ ഈ കർത്താ കമ്പനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ അതിനെ എതിർക്കുകയാണ്. ഞാനത് അങ്ങനെയല്ല എന്ന് പറയുകയാണ്. ഞാനതിൻ്റെ ക്രക്സ് കൂടി പറയാം. അതായത് ഇവർക്ക് വിട്ടുകൊടുത്തിരുന്ന ഭൂമി, ലീസ് കൊടുത്തിരുന്ന ഭൂമി സർക്കാർ ഖനനത്തിന് വേണ്ടി നോട്ടിഫൈ ചെയ്യാത്തതിനാൽ ആ ഭൂമി ഇവർക്ക് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തതിനെ ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ അത്തരത്തിൽ നോട്ടിഫൈ ചെയ്യാത്തതുകൊണ്ട് ആ ഭൂമി കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സർക്കാർ നോട്ടിഫൈ ചെയ്താൽ ഈ ഓപ്ഷൻ അവിടെ അവസാനിക്കും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോട്ടിഫൈ ചെയ്താൽ ആ സംഭവം കഴിഞ്ഞു. അല്ല, ഞാൻ ബഹളം വെക്കാതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞല്ലേ? അല്ല, ഞാൻ പറയട്ടെ. അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അപ്പൊ പിന്നെ താങ്കൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അല്ല, ഒരു നിമിഷം ഞാൻ ചോദിക്കാം. ഞാൻ പറയുന്ന താങ്കളൊന്നും മറുപടി നശിപ്പിക്കാതെ. എന്റെ അരുണ, നിങ്ങൾ ഈ ബഹളം വെച്ച് ഇതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമല്ലേ? ഇതൊക്കെ ഈ ചർച്ച എന്ന് പറയുന്ന അരുണ ഒരു കാര്യം മനസ്സിലാക്കി. എന്റെയോ താങ്കളുടെയോ തൊണ്ടയുടെ ബലം പരിശോധിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്. കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ കാര്യത്തിൽ ആരാണ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ് ചർച്ച. ഞാൻ എൻ്റെ അവസരത്തിൽ പറഞ്ഞു 2004 ഞാൻ ബഹളം വെക്കാതെ കേൾക്കൂ. 2004 UDF സർക്കാരാണ്, AK ആന്റണി സർക്കാരാണ് ലീസ് കൊടുത്തത്. പക്ഷേ VM സുധീരന്റെ ഉൾപ്പെടെ നേതൃത്വം നടന്ന ചർച്ച, സമരത്തെയും പ്രക്ഷോഭത്തെയും തുടർന്ന് ആ അനുമതി പിൻവലിക്കപ്പെട്ടു. അല്ല, ബഹളം വെക്കാതെ. ഞങ്ങൾ സമ്മതിച്ചെന്നേ. കേരളത്തിന്റെ തീരത്ത് UDF സർക്കാരിനെതിരെ തന്നെ കോൺഗ്രസ് MP ആയ ശ്രീ VM സുധീരനും ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളും നടത്തിയ സമരം, അതിനായിട്ട് ശ്രീ MA ബേബിയും VM സുധീരനും കൈകോർത്ത് താങ്കൾക്ക് അറിയാമോ? താങ്കൾക്ക് LDF അറിയില്ല. ജനകീയ സമരമായിരുന്നു. MA ബേബി ഉണ്ടായിരുന്നു. VM സുധീരന്റെ എതിർപ്പെന്ന് വളരെ സമരത്തിലാണോ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ നാടാണ്, എന്റെ നാടാണ് അരുണ. ഇത് നാട്ടിൽ നടന്ന സ്ഥലം. എന്റെ നിയോജക മണ്ഡലമായ ഹരിപ്പാട് നടന്ന, ആറാട്ടുപുഴ നടന്ന സമരമാണ്. അതുകൊണ്ട് സമരമായിരുന്നു. അപ്പൊ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയാം, ഇന്നത്തെ പ്രശ്നം മനസ്സിലാവും. ഇവർക്ക് ഈ കാര്യങ്ങളിലേക്ക് ഇന്ന് പോകാൻ താല്പര്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യം സുപ്രീം കോടതി വിധി കർത്തായ്ക്ക് അനുകൂലമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ വിശ്വാസ്യതയെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ സുപ്രീം കോടതി വിധി കൃത്യമായി സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഏരിയ നോട്ടിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കർത്തായ്ക്ക് അവകാശമില്ല.
എന്ന് പറഞ്ഞാൽ കൃത്യമായ സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ്. ശരി. സംസ്ഥാന സർക്കാർ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ഏരിയ സർക്കാരിന് വേണ്ടി നോട്ടിഫൈ ചെയ്യുക. അത് ചെയ്യാതെ കാശ് മേടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ശരി, ആ അവകാശം കയ്യിലിരിക്കെ പണം കണക്ക് പറഞ്ഞ് മകളുടെ അക്കൗണ്ടിലേക്കും കമ്പനി അക്കൗണ്ടിലേക്കും സ്വന്തം കയ്യിലും വാങ്ങി നിർണായക സമയത്ത് അനുമതി കൊടുക്കാൻ ഇരിക്കുമ്പോഴാണ് അതാണ് പിണറായി വിജയൻ അഴിമതി. ശരി, ഓക്കെ, മറുപടി ഇനി വേറെ ചോദ്യങ്ങളെല്ലാം മറുപടി. ഇനി പറഞ്ഞു താങ്കൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ചോ? ഹൈക്കോടതി അല്ല ഞാൻ പറയാം അല്ല താങ്കൾ തന്നെ ചോദ്യം താങ്കൾ തന്നെ ഉത്തരം പറയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്ത ഖനനാനുമതി ആ ഖനനാനുമതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. ആ ഖനനാനുമതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഖനി വകുപ്പിന് മേൽ റിവിഷൻ ഹർജി കൊടുത്തത് CMRലാണ്. ആ കേന്ദ്ര ഖനി വകുപ്പ് പുനഃപരിശോധിക്കാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് തിരിച്ച് അയക്കുമ്പോൾ LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. LDF സർക്കാർ അത് റിജക്ട് ചെയ്ത് കൊടുത്തില്ല. അതിനെതിരെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് CMRലാണ്. CMRന് അനുകൂലമായി സിംഗിൾ ബെഞ്ച് വിധിച്ചു. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത് കേരള സർക്കാരാണ്. ആ അപ്പീലും ശരി തള്ളിക്കൊണ്ട് CMR അനുകൂലമായി. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ പോയതും കേരള സർക്കാരാണ്. ആ സുപ്രീം കോടതിയുടെ വിധിയിൽ കൃത്യമായി CMRന് അനുകൂലമായിട്ടുള്ള പുറപ്പെടുവിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വച്ചു. ആ കണ്ടീഷണൽ ഓർഡർ എന്ന രൂപത്തിലാണ് 17(2) കാര്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സർക്കാർ നടത്തിയ ആ അനുമതി കൊടുത്ത ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖനനാനുമതിയുമായി കൊണ്ടും അത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. പക്ഷേ SLPയിൽ കൃത്യമായി CMRന് അനുകൂലമാകുന്ന തരത്തിൽ കേരള ഗവൺമെന്റ് കൊടുത്ത അപ്പീൽ തള്ളുകയാണ്. അതല്ലെങ്കിൽ SLP തള്ളുകയാണ് ഉണ്ടായത്. അതിനുശേഷവും ആ സുപ്രീം കോടതി വിധി പാലിച്ചുകൊണ്ട് അവർക്ക് ഖനനാനുമതി കൊടുക്കാൻ 2018-ലോ 18-ലോ 19-ലോ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായില്ല. ആ സമയത്ത് കേന്ദ്രത്തിന്റെ ചട്ടം ഭേദഗതി ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ആ ചട്ടം ഭേദഗതി ചെയ്യുന്ന വരുന്ന സാഹചര്യത്തിലും അതിനു മുമ്പും പല റെപ്രസെന്റേഷൻ ഗവൺമെന്റിന് കിട്ടും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളുടെയും കസ്റ്റോഡിയനാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കിട്ടുന്ന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെപ്രസെന്റേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ വിളിച്ചു വരുത്തുന്നതും അതിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതെല്ലാം നോർമൽ പ്രൊസീഡിംഗ് ആണ്. കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന നിയമോപദേശം കൊടുക്കുന്ന ഏറ്റവും ഹയർ അതോറിറ്റിയാണ്. അദ്ദേഹത്തിന്റെ നിയമോപദേശം എടുത്തുകൊണ്ട് ആ ആവശ്യം തള്ളുകയും റൂളിന് പ്രകാരം കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷ സർക്കാർ CMRൽ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. ആ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തതെല്ലാം UDF ആണ്. UDFന്റെ കാലത്താണ്. ഒറ്റ ചോദ്യം ശരൺകുമാർ, ഒന്ന്, ഇടതുപക്ഷത്തിന്റെ നയം എന്താണ്? ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയം ഈ ഖനനം, ഈ മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല, പൊതുമേഖലയിലേ പാടുള്ളൂ എന്ന ഖണ്ഡിതമായ നയം ഇടതുപക്ഷത്തിനുണ്ട്. UDFന് അത്ര ഉണ്ടോ എന്നറിയില്ല, വ്യത്യസ്ത നിലപാടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഖണ്ഡിതമായ നിലപാട് സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്നുള്ളതാണല്ലോ. ആ സുപ്രീം കോടതി ഉത്തരവിന് ശേഷവും താങ്കൾ തന്നെ പറഞ്ഞു 17(2) ഇൻവോക്ക് ചെയ്യാനുള്ള അവസരം സർക്കാരിനുണ്ടായിരുന്നു. 2016 ഏപ്രിൽ മാസം വിധി വരുന്നു. 2016 മെയ് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുന്നു. നിങ്ങൾ സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന ഖണ്ഡിതമായ നിലപാടുള്ള ആളുകളാണ് എന്നിരിക്കെ ഈ 17(2) ഇൻവോക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫൈ ചെയ്യാമായിരുന്നു. 2016 ചെയ്യാമായിരുന്നു, 2017 ചെയ്യാമായിരുന്നു, 2018 ചെയ്യാമായിരുന്നു, എന്ന് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖനനാനുമതിക്കായി കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം എടുക്കുകയും അതിന്റെ സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി അവർക്ക് ഖനനാനുമതി കൊടുത്തോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. LDF ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി ഉണ്ടായിട്ടും ഖനനാനുമതി കൊടുക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഗൗരവത്തോടെ കാണേണ്ടത്. എല്ലാ ഘട്ടത്തിലും ഖനനാനുമതി കൊടുത്തവരും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി നിലകൊണ്ടവരും ഇപ്പൊ വന്നിട്ട് ഏതോ മറുഭാഗം ചെയ്തില്ല, ഇന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ശ്രീ AK ആന്റണിയോടാണ്. അതുപോലെ ഉമ്മൻചാണ്ടി മരിച്ചുപോയി ആ കാലത്തെ UDF നേതാക്കന്മാരോടാണ് എന്തുകൊണ്ടാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നിലകൊണ്ടത് എന്നുള്ള ചോദ്യം. എനിക്ക് ഞങ്ങളൊന്നും എന്തായാലും CMRൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണല്ലോ പറഞ്ഞാൽ. എനിക്ക് ലിജുലേക്ക് വരുമ്പോൾ ലിജുവിന്റെ ചോദ്യങ്ങളുണ്ട്. 2001 മുതൽ 2006 വരെ 2 UDF മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. ഒന്ന് AK ആന്റണി, 2 ഉമ്മൻചാണ്ടി. 2 വ്യവസായ മന്ത്രിമാരുണ്ടായി, PK കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്. അതിനുശേഷം VS സർക്കാർ, വെള്ളാപരം കരീം വ്യവസായ മന്ത്രി, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ, അതിനുശേഷം പിണറായി വിജയന്റെ സർക്കാർ.
നോക്കൂ, ഈ 2001-2006 കാലയളവിലാണ് അവിടെ ഖനനാനുമതി കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. അന്ന് VM സുധീരൻ അന്ന് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ളതിലുപരി അന്ന് അദ്ദേഹം ഒരു വിമത ശബ്ദമായിരുന്നു. അദ്ദേഹവും അതെ ആലപ്പുഴ MP ആണ്. അന്ന് അദ്ദേഹവും അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അതിശക്തമായ വാക്പോർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത്രയും രൂക്ഷമായ നിലയിൽ അന്നത്തെ മന്ത്രിസഭയോട് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനത്തോട് അദ്ദേഹം കലഹിച്ചിരുന്നു. എന്റെ പ്രശ്നം ഇതിന് ഇപ്പോൾ ഉള്ളത് നോക്കൂ, ഈ ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ ഈ കമ്പനിയിൽ നിന്ന് പണം പറ്റിയ ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. അതിൽ PV മാത്രമല്ല ഉള്ളത്, അതിൽ OC ഉണ്ട്, RC ഉണ്ട്, മുൻ വ്യവസായ മന്ത്രിമാരായ PK ഉണ്ട്, IK ഇബ്രാഹിം കുഞ്ഞുണ്ട്. അപ്പൊ നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇക്കോസിസ്റ്റം, അതിനപ്പുറമുള്ള പേരുകളുണ്ട് കേട്ടോ. ചില പേരുകൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും ഉണ്ടെന്നാണ്, എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ CMRL കർത്ത ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സംവിധാനം എന്നുള്ള നിലയിൽ പണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ഇടപാടുകളെയും മറക്കാറുന്ന വസ്തുത കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ വെളിവാവുകയാണ്. അഭിലാഷ്, ഞാൻ അതിന് മറുപടി പറയാം, തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതാണ്. ഇവിടെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ രണ്ട് ക്രിസ്റ്റൽ ക്ലിയറായ ചില മറുപടികൾ അതിനകത്ത് ആവശ്യമാണ്. ഒന്ന്, ഞാൻ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമേ ലീസ് കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിനുള്ളിലും ഉള്ള എതിർപ്പ്, സമൂഹത്തിലുള്ള എതിർപ്പ് 10 ദിവസത്തിനകം റദ്ദ് ചെയ്യപ്പെട്ടു. എനിക്ക് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. ഇവിടെ ഇടത് സർക്കാരിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ കേസ് ഡീൽ ചെയ്ത 2 സർക്കാരുകൾ ശ്രീ VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലാണ്. ആലപ്പുഴ ജില്ലക്കാരനായ നേതാവാണ് അദ്ദേഹം. ഈ കാര്യത്തിൽ പരിപൂർണമായി സത്യസന്ധത പുലർത്തിയെന്ന അഭിപ്രായം പരസ്യമായി മാതൃഭൂമി ഫ്ലോറിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം വന്ന UDF സർക്കാരുകളുടെ എടുത്ത അതേ നിലപാട് തന്നെയാണ് അച്യുതാനന്ദൻ സർക്കാരും സ്വീകരിച്ചത്. അച്യുതാനന്ദൻ ഒരു വളരെ നല്ല നിലപാട് സ്വീകരിച്ചു. മൈനിങ്ങിൻ്റെ കാര്യത്തിൽ കൃത്യമായി പൊതുമേഖലയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന വ്യവസായ നയവും പ്രഖ്യാപിച്ചത് ശ്രീ VS അച്യുതാനന്ദനാണ് എന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമായ കാര്യമാണ്. ഞാൻ അച്യുതാനന്ദനെക്കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ പിണറായി വിജയനെക്കുറിച്ചാണ് പറഞ്ഞത്. വീണ വിജയൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. കാശ് വാങ്ങിയത്, കാശ് 8 ലക്ഷം രൂപ എത്തിയത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെയും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കയുടെയും അക്കൗണ്ടിൽ. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ, ബഹളം വെക്കുക. താങ്കൾ എന്തെങ്കിലും അസ്വസ്ഥനാകണം? താങ്കളുടെ കൊട്ടേഷൻ അതാണോ? താങ്കൾ പറഞ്ഞോണ്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നോ? എന്താണ് താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുത? അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ എന്തിന് ബഹളം വെക്കണം? ഞാൻ പറയുന്നത് താങ്കൾ ക്ഷമയോടെ കേൾക്കൂ. താങ്കൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? ഞാൻ VS അച്യുതാനന്ദനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചാണ്. 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി സർക്കാരിന് ഉപയോഗിക്കാവുന്ന, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ജഡ്ജ്മെൻ്റ് ഉണ്ട്, വേണമെങ്കിൽ ഞാനത് അഭിലാഷിന് ഇട്ട് കൊടുക്കാം. അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കൃത്യമായി സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള മിനറൽ ഡെപ്പോസിറ്റുകളെ കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞ് കൊണ്ടാണ് സുപ്രീം കോടതി കൺക്ലൂഡ് ചെയ്യുന്നത്. വി ആർ ഇൻസ്റ്റഡ് എക്സാമിനിങ് വെദർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വാസ് ജസ്റ്റിഫൈഡ് ഇൻ ഡിക്ലെയറിംഗ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഗ്രൗണ്ട് ദാറ്റ് ദ മിനറൽ വെൽത്ത് ഫൗണ്ട് ഇൻ ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് ദ സ്റ്റേറ്റ് വാസ് വെസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് and that it was in excess of its right of ownership over the sand deposits entitled to reserve in its own favor എന്ന് പറഞ്ഞു തുടങ്ങി സർക്കാരിന് നോട്ടിഫൈ ചെയ്ത് കൃത്യമായ പ്രൊസീജിയർ കീപ്പ് ചെയ്ത് ആ ഭൂമി തിരിച്ചെടുക്കാമെന്ന ഒരു അവകാശം കൊടുത്തിട്ട് ആ ഒരു അവകാശം കൊടുക്കാതെ അത് പറഞ്ഞ് പണം വാങ്ങി സ്വന്തം പേരിലും മകളുടെ പേരിലും മകളുടെ അക്കൗണ്ടിലും വാങ്ങി മുന്നോട്ട് പോയത് ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ താങ്കളുടെ കൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലാവില്ല. ഇന്നത്തെ ചർച്ച ബഹളം വെച്ച് അലമ്പാക്കുക എന്നുള്ളതാണ് താങ്കൾ നിൽക്കുന്ന നിക്ഷിപ്തമായിരിക്കുന്ന ആളുകൾക്ക് ചർച്ച സമ്മതിക്കില്ല. താങ്കൾ കംപ്ലീറ്റ് ചെയ്തു. ചർച്ച സമ്മതിക്കില്ല. കാരണം ഇയാളിലുള്ള കൊട്ടേഷൻ ഇന്ന് അതാണ്. ശരി, അല്ല ഇവിടെ ചർച്ച സമ്മതിക്കില്ല. ഞാൻ ഉറപ്പായി പറയാം. അവസരം തരാം. ഞാൻ താങ്കൾ പറഞ്ഞ ഓരോ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യം ഞാൻ മറുപടി പറയാൻ നിന്നില്ല. ഞാൻ നിശബ്ദത പാലിക്കുന്ന എന്താ? ഇത് കേൾക്കാൻ ജനമുണ്ട്. താങ്കൾ എന്റെ ഊഴത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ല. താങ്കളുടെ ഊഴത്തിൽ മുഴുവൻ താങ്കൾ കൊട്ടേഷൻ എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ ബഹളം വെക്കാനാണെങ്കിൽ ഈ ചർച്ച നടത്തില്ല. താങ്കളുടെ കൊട്ടേഷൻ അതാണ്. താങ്കൾ കേൾപ്പിച്ചിരിക്കുന്ന കൊട്ടേഷൻ അതാണ്. അരുണേ, താങ്കൾ വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ താങ്കളെ കൊണ്ട് അതേ പറ്റൂ. ബഹളം വെക്കാനല്ലാതെ താങ്കളെ കൊണ്ട് വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ്
ശരി, അല്ല, അഭിലാഷേ, ശരി, അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന മാന്യദേഹത്തിന്റെ ഈ അലർച്ച ബഹളം താങ്കൾക്ക് നിർത്തിക്കാവോ? അഭിലാഷ്, ഈ ചർച്ചയിൽ വന്നത് നമുക്കിനി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാ ഞാൻ ഈ ചർച്ചയിൽ താങ്കൾ ബഹളം എന്റെ കൂടെ സംസാരിക്കാൻ താങ്കൾക്ക് എന്ത് അവകാശം? നമുക്ക് 10 മിനിറ്റ് സമയമുണ്ട്. ഞാൻ അങ്ങേക്ക് അവസരം തരാം. ഇദ്ദേഹം പോയിന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ അങ്ങേക്ക് അവസരം തരാം. ഇപ്പൊ കേൾക്കൂ, അങ്ങ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഈ പണം കൈപ്പറ്റിയതിന്റെ പേരിലുള്ള പ്രതിഫലമാണ്. അല്ലാതെ എനിക്ക് ഇടതു മുന്നണിയെക്കുറിച്ചോ VS ജാനതിനെക്കുറിച്ചോ എനിക്ക് ആരോപണമില്ല. എൻ്റെ ആരോപണം സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കും ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കുമെതിരെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ആരോപണം. കഴിഞ്ഞല്ലോ. അതിനെ സ്നേഹിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കൃത്യമായി അനുകൂല വിധി ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ, സുപ്രീം കോടതി വിധി അനുകൂലമല്ലേ പറഞ്ഞു, നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുക അഭിലാഷ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഞാൻ ഇട്ടുതരാം. അത് ഉപയോഗിക്കാതെ 3 വർഷത്തോളം പണം വാങ്ങി. അവസാനം കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക മീറ്റിംഗ് കൂടി ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ശുപാർശ തള്ളിക്കളഞ്ഞു. ഞാൻ പാരഗ്രാഫ് ഒന്ന് വായിക്കാറുണ്ട്, വേണമെങ്കിൽ എല്ലാവർക്കും അറിയാതെ. എന്നിട്ട് ഏജിക്ക് വിട്ടു. മനസ്സിലായോ? ഇയാളുടെ പ്രശ്നം മനസ്സിലായില്ലേ? ഏജിക്ക് വിട്ടു. ഏജിക്ക് വിട്ടിട്ട് ഏജിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൺസോർഷ്യം ഉണ്ടാക്കാം. സ്വകാര്യ കമ്പനിയും KMML-ഉം IRയും ചെന്ന് കൺസോർഷ്യം കൊടുത്തിട്ട് സ്വകാര്യ കമ്പനിയുടെ ഇതിന് 25% ഷെയർ ആക്കിയാൽ 75% പൊതുമേഖലയ്ക്കുള്ള എപ്പോഴെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കാശ് മേടിച്ചവന്റെ ഒരു ഉത്തരവാദിത്തമേ. ശരി, ഇതാണ് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ശംഖു നേരത്തെ അങ്ങ് പറഞ്ഞു 2021 മുതലുള്ള അന്വേഷണം ഏതാണ് ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇവിടെ കമ്പനി നിയമപ്രകാരം കമ്പനി നിയമത്തിന്റെ 210 അനുസരിച്ച് അന്വേഷിക്കുന്നത് ഡോർമൻസി സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്തത് ശരിയായ നിലയ്ക്കാണോ, അതിനകത്ത് വന്ന വീഴ്ചകൾ, രേഖകളുടെ അപര്യാപ്തത, അതുപോലെ തന്നെ ഓഡിറ്ററുടെ സൈൻ ഇല്ലാതെ ഒരു ആനുവൽ റിപ്പോർട്ട് കൊടുത്തത്, പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കമ്പനി നിയമം ഈ എക്സാലോജിക് എന്ന കമ്പനി ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇതേ ROC തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം CMRL എന്ന കമ്പനി വലിയ എക്സ്റ്റെൻഡിൽ ഇവരുടെ ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ വലിയ എക്സ്റ്റെൻഡിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ച് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് ED എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? IT ഡിപ്പാർട്ട്മെന്റിന് 2019 മുതൽ വലിയ തോതിൽ ഈ കമ്പനി പണം പമ്പ് ചെയ്തതിന്റെ രേഖകൾ ഉണ്ട് എന്നിരിക്കെ, PC ആക്ട് അനുസരിച്ച് CBI പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാം എന്നിരിക്കെ, ഈ കമ്പനീസ് ആക്ടിന്റെ 210 ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് പണ്ട് മുതലേ അന്വേഷിക്കുകയാണെന്ന് പറയുന്നതിൽ എന്താ കഥ? നമുക്ക് അങ്ങ് സെക്ഷൻ അങ്ങ് ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ സെക്ഷൻ 212 പ്രകാരം SFIയോടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏജൻസികളുടെ അന്വേഷണവും സ്റ്റാൻഡ് സ്റ്റിൽ ആവും. EDയുടെ ആവട്ടെ, CBIയുടെ ആവട്ടെ, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബാക്കി എല്ലാ അന്വേഷണങ്ങളും കോടതികൾക്ക് മുന്നിലുള്ള എല്ലാ വ്യവഹാരങ്ങളും സ്റ്റാൻഡ് സ്റ്റിൽ ആവും. കാരണം ഇത് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് ആണ്. ശരി, ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അങ്ങ് ഇവിടെ വിവരങ്ങൾ പറയുമ്പോൾ CMRL കമ്പനി എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട്, അവരുടെ ബുക്കില് എല്ലാ നേതാക്കന്മാരുടെയും പേരുണ്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ അങ്ങ് കയ്യിൽ നിന്നൊരു വാചകം കൂടി ഇട്ടു, ഇതിൽ പറയാത്ത പല പേരുകളും ഉണ്ട്, എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും ഉണ്ട്, എല്ലാ സംഘടനകളും ഉണ്ട്. അങ്ങനെ എല്ലാരെയും അതിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ആവശ്യം അങ്ങേക്ക് ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന പേരുകൾ എന്താ നമ്മളെല്ലാരും കണ്ടതാണ്. അതില് ഈ ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുള്ള അതുമായി ബന്ധപ്പെട്ട രേഖകളിലുള്ള പേരുകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത്രയും പേരേ ഉള്ളൂ എന്ന് ശംഖുവിന് ഉറപ്പുണ്ടോ? ആദായ നികുതി വകുപ്പ് IT ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡിൽ അത്രയും പേരെ കിട്ടിയിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ അല്ലെന്നാണ് എന്തായാലും എന്റെ വിശ്വാസം. അങ്ങ് നിൽക്കും. അങ്ങയുടെ വിശ്വാസമാണ് അങ്ങ് പറയുന്നത്. അങ്ങ് പരിശോധിച്ച വസ്തുതയല്ല ഇപ്പോഴും അങ്ങ് പറയുന്നത്. നിങ്ങളുടെ മുൻവിധി എന്നാണ്. മുൻവിധി അല്ല, ഞാൻ വെറുതെ പറയില്ലല്ലോ. IT ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഈ പറഞ്ഞ 5 പേരുകളെ ഉള്ളൂ എന്ന് അങ്ങേക്ക് ഉറപ്പാണ്. എനിക്ക് പൊതുമണ്ഡലത്തിന് മുന്നിൽ വന്നിട്ടുള്ള ആ രേഖകൾ മുഴുവൻ ഞാൻ പരിശോധിച്ചാണ്. ഒറ്റ കാര്യം ഞാൻ ഖണ്ഡിതമായിട്ട് പറയാം, ഒരു BJP-കാരുടെയും RSSകാരുടെയും പേര് അതിലില്ല. CMRL നിന്ന് പണം മേടിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ OC ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, IK ആയിക്കോട്ടെ, PK ആയിക്കോട്ടെ, PV ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, AG ആയിക്കോട്ടെ, ഈ പറയുന്ന പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ BJP-യുടെ RSSകാരുടെ ഒരു പേര് പോലും അതിലില്ല. ആ കാര്യം എനിക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ സാധിക്കുമല്ലോ. അത് നിങ്ങൾക്ക് അതിലുള്ള വിഷമം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത്രയും പേര് നമുക്ക് പുറത്തു വന്നിട്ടുള്ളൂ, പക്ഷെ പുറത്തു വരാത്ത കുറെ പേരുകളുണ്ട്. അതിലൊരു പക്ഷേ ഇവിടെ ആദായ നികുതി വകുപ്പിനെ ഉദ്ധരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന വാർത്താലേഖകർ തന്നെ ഇതല്ല, ഇതിനപ്പുറമുള്ള പേരുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, എന്തായാലും ആദായ നികുതി ഇന്റർനെറ്റ് ബോർഡിന്റെ പുറത്തു വന്നപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പൊതുമണ്ഡലത്തിലുള്ള രേഖയിൽ ഈ പേരുകളെ ഉള്ളൂ, പൊതുമണ്ഡലത്തിലുള്ള പേരുകൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള പേരുകളായിട്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ സംശയം.
അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ നടത്തിയിട്ടുള്ള ചർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്? അതായത് മാറി മാറി വന്ന ഇടത് സർക്കാരുകളും വലത് സർക്കാരുകളും CMRന് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഖനനത്തിനുള്ള അനുമതി കൊടുത്തത് 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന UDF സർക്കാരാണ്. 2008-2009 കാലത്ത് ഈ കരിമണൽ കർത്ത അല്ലെങ്കിൽ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആളെ പത്മശ്രീക്ക് ശുപാർശ ചെയ്ത ആരാണ്? അന്നത്തെ ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് എളമരം കരീമായിരുന്നു വ്യവസായ മന്ത്രി. ആ സമയത്താണ് ഈ പറയുന്ന അത് മാത്രമല്ല, ഈ ശശിധരൻ കർത്തായുടെ മകന് സെനറ്റിലേക്ക് നോമിനേഷൻ കിട്ടിയപ്പോഴോ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴോ VS അച്യുതാനന്ദൻ തന്നെ അഭിനന്ദിക്കാൻ, ഇപ്പൊ സെനറ്റിലേക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ സെനറ്റിൽ അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ അഖില ലോക കാര്യമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രി ഒന്ന് അഭിനന്ദിക്കേണ്ട കാര്യമല്ല, നമുക്കറിയാം. അതൊക്കെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം അങ്ങനെയാണ്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്, മടങ്ങിയെത്താം. ശ്രീ അരുൺകുമാർ, അങ്ങയുടെ അവസരമാണ്. ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത എന്നുള്ളതായിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയനാവുകയാണ്. അത് ഗുരുതര സ്വഭാവമുള്ള രാഷ്ട്രീയ മാനത്തിലേക്ക് പോവുകയുമാണ്. എന്താണ് മറുപടി? ഇവിടെ ഏറ്റവും പല ഘട്ടത്തിലും ഉയർന്നു വന്ന ചോദ്യം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാൻ പറ്റുമോ, സർക്കാരിനെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. ഇപ്പോ സംസ്ഥാന സർക്കാർ നല്ല സ്വാധീനമുള്ള ഉന്നതനായ ഒരാളുടെ മകൾ എന്ന രൂപത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശം വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചത് അത്തരത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു ഫൈൻഡിംഗിൽ എത്താൻ എങ്ങനെയാണ് സാധിച്ചത്, ആരുടെ മൊഴിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളതെന്നൊക്കെ നമ്മൾ ചോദിച്ചു. ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, LDF സർക്കാരിന്റെ അന്നത്തെ ഗവൺമെന്റിനോട് എതിർപ്പില്ല, LDF സർക്കാർ ഇപ്പൊ ഒന്നാം പിണറായി സർക്കാരിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, വ്യക്തിപരമായി പിണറായി വിജയനോട് മാത്രമാണ്, മകളോട് മാത്രമാണ് എതിർപ്പ് എന്ന് സൂചിപ്പിക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ഘട്ടത്തിൽ പോലും ഒന്നാം പിണറായി സർക്കാരോ CMRന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വ്യക്തമുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോ ഇപ്പൊ പറയുന്നു, സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇവിടെയല്ല അനുകൂലം, ഇവിടെയാണ്. ഇപ്പൊ കേരള ഗവൺമെന്റ് കൊടുത്ത അപ്പീല്, ആ അപ്പീല് തള്ളിക്കളയുമ്പോ ആ ഉത്തരവ് കൃത്യമായിട്ട് നമുക്കറിയാം CMRന് അനുകൂലമായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിയാണ് ചെയ്തത്. അതിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും കൃത്യമായി ആ വിധി നടപ്പാക്കാൻ ഒരു ഘട്ടത്തിൽ പോലും സഖാവ് പിണറായി വിജയൻ തയ്യാറായില്ല, ഒന്നാം പിണറായി സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള വിഷയം. സുപ്രീം കോടതിയാണ് അനുവദിച്ചത്. നിങ്ങൾ കൊടുത്ത എഗ്രിമെന്റ്, നിങ്ങൾ കൊടുത്ത ലീസ്, നിങ്ങൾ കൊടുത്ത ഖനനാനുമതി ഓരോ ഘട്ടത്തിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് എത്ര ആരോപണങ്ങളായി നമുക്ക് സമയം കഴിഞ്ഞ് അങ്ങോട്ടുള്ള ദിവസം ഇപ്പൊ ബാഹുബലി പോലെയാണ് അരുൺകുമാർ ഒന്നാമത്തെ എപ്പിസോഡെ വന്നിട്ടുള്ളൂ എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അപ്പൊ CMRL 1, CMRL 2, CMRL 3 എന്നൊക്കെ പറഞ്ഞ് ബാഹുബലി പോലെ അടുത്ത റിലീസിന് നമുക്ക് വീണ്ടും ഇരിക്കാം. ശരി, വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ ലിജു. കഴിഞ്ഞു സമയമില്ല ഇനി. ശ്രീ ലിജു, ശ്രീ ശങ്കു, വളരെ നന്ദി. സൂപ്പർ പാൻഡ് അവസാനിക്കുന്നു. നമസ്കാരം.